ഇനിയിപ്പോൾ താങ്കളൊരു പ്രവാസിയാണ്, ഒരു കലാകാരൻ കൂടെയാണ്. അപ്പോൾ ഇപ്പം എത്ര നാളായി കേൾക്കുന്നു? 12 വർഷത്തോളം ഒരു നീണ്ട പ്രവാസികൾ തന്നെ ഗൾഫ് ജീവിതത്തിലൂടെയുണ്ട്. അപ്പോൾ ഇത്രയും കാലയളവിൽ ഒരു കലാകാരനും ഒരു പ്രവാസിയും ഈ രണ്ട് ജീവിതങ്ങളോട് ചേർന്ന് പോകുമ്പോൾ താങ്കൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു, അല്ലെങ്കിൽ നമ്മുടെ പ്രവാസി സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്തെങ്കിലും ഒന്ന് പറയാം? തീർച്ചയായിട്ടും ഞാൻ വളരെ ആൾക്കാരോട് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ക്രിയേറ്റീവ് ചിത്രങ്ങൾ മുഴുവൻ സന്ദേശങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടമാനം ലാൻഡ്സ്കേപ്പുകൾ ഞാൻ വരച്ചു കിട്ടുന്നു, ഒരുപാട് സീനറി ചിത്രം, പ്രകൃതി ചിത്രങ്ങൾ. ഇതൊക്കെ ഒരു മെസ്സേജ് തന്നെ. കാരണം അത് മറ്റാരും വരയ്ക്കാത്ത ചിത്രമായിരിക്കും. കാരണം എൻ്റെ ഭാവന ചിത്രം എൻ്റെ ഭാവന മാത്രമാണ്. അപ്പോൾ ആ ഒരു ചിത്രം പുതിയൊരു നമ്പർ, പുതിയൊരു എണ്ണം തന്നെയാണ് സമൂഹത്തിന്. അതേപോലെ നമുക്ക് നമ്മളുടെ കഴിവ് അത് മാക്സിമം ഉപയോഗിക്കുക. അത് സമൂഹത്തിന് ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുക. അത് സമൂഹത്തിനൊരു നേട്ടമായിട്ട് ചൂടേ. ഇപ്പോൾ താങ്കൾക്ക് ഒരു കലാകാരനും ഒരു പ്രവാസിയും ഒരു അധ്യാപകനും കൂടിയാണ്. ഇപ്പോൾ അധ്യാപകൻ എന്ന നിലയിലും പ്രവാസി എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും എങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഒരുമിച്ചുണ്ടോ? അധ്യാപനം എന്ന് വെച്ചാൽ എണ്ണായതുകൊണ്ട് അപ്പം ചീത്തയായാലും നേരത്തെ കട്ട് ചെയ്യേണ്ടതാണ്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് വെച്ചു. ഷമീർക്ക, ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് വേണ്ട, അവിടെ കട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്കൊരു കുറയും വന്നു. ഇപ്പൊ നിങ്ങളൊരു അധ്യാപകനും ഒരു കലാകാരനും പ്രവാസി കൂടെ. പിന്നെ ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒഴിവാക്കുക. ചോദ്യം ചോദിച്ചോട്ടുള്ള ആ 2 വാക്കിലും ഒന്ന് ഒഴിവാക്കുക. പിന്നെ നിങ്ങളെ ഇപ്പോൾ ഒരു പ്രവാസി, ഒരു കലാകാരൻ, ഒരു അധ്യാപകൻ, എങ്ങനെ ഇത് ഒരുമിച്ച്? അതായത് മൂന്നും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്?